പാകിസ്ഥാനിലെ 9 നഗരങ്ങളിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തി എന്നാണ് ഇപ്പോൾ പറയുന്നത്. വ്യോമാക്രമണം എന്ന് പറഞ്ഞാൽ പ്രത്യേകം തയ്യാറാക്കിയ ഇസ്രയേൽ നിർമ്മിതമായ ഹാറോപ്പ് ഡ്രോണുകൾ ഉപയോഗിച്ച് കറാച്ചി, ലാഹോർ, അറ്റോക്ക്, ഗുജ്റൻവാല, ചക്വാൽ, റാവൽപിണ്ടി, ഭവൽപൂർ, മിയാൻ വലി, ചോർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇന്ത്യൻ ഡ്രോണുകൾ ഭീകരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു എന്നാണ് പറയുന്നത്. അതിൽ കറാച്ചിയിൽ വോൾട്ടൺ എയർഫീൽഡിനോട് ചേർന്നും രാവിലെ ഇന്ത്യൻ ഡ്രോണുകൾ ആക്രമണം നടത്തി. അപ്പോൾ രാവിലെ മുതൽ ഈ വാർത്ത വരുമ്പോൾ ആദ്യമേ പാകിസ്ഥാനിലെ ചില വാർത്താ മാധ്യമങ്ങൾ പറഞ്ഞത് ഇത് BLA ആക്രമണം നടത്തിയിട്ടുണ്ട്, BLAക്ക് ഇന്ത്യ ഡ്രോണുകൾ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ വന്നിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് BLA ആണ് കറാച്ചിയിൽ ആക്രമണം നടത്തിയതെന്നുള്ള ഒരു വാർത്ത ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ത്യ ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഇന്ത്യ പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചു, അവരുടെ സൈനിക റഡാറുകൾ തകർത്തു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഡൽഹിയിൽ നിന്ന് 418 കിലോമീറ്റർ ഉണ്ട് ലാഹോറിലേക്ക് വരെ നമ്മുടെ ഹാറോപ്പ് ഡ്രോണുകൾ, ഇസ്രയേൽ നിർമ്മിതമായ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഇസ്രയേൽ കമ്പനിയുമായി ചേർന്ന് നമ്മൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഇസ്രയേലി ഡ്രോണാണ് ഹാറോപ്പ്. ഈ ഹാറോപ്പ് ഡ്രോണുകൾ എന്ന് പറഞ്ഞാൽ തിരിച്ചു വിളിക്കാൻ പറ്റാത്ത ഡ്രോണുകളാണ്. അയച്ചു കഴിഞ്ഞാൽ ഇവനങ്ങ് പോയി കഴിഞ്ഞാൽ ഇവൻ്റെ അമ്യുനേഷൻ തീരുന്നവരെ ഇവൻ ഫയർ ചെയ്യും. GPS എനേബിൾഡ് ആണ്. അങ്ങനെ ലക്ഷ്യവേദിയായി ചെന്ന ചില ഡ്രോണുകളെ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു. ബാക്കിയുള്ളത് പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ, നേരത്തെ പറഞ്ഞ 9 നഗരങ്ങളിൽ മാരകമായ നാശം വിതച്ചു എന്നാണ് വിവരം. പാകിസ്ഥാൻ അതേക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഇന്ത്യ പറഞ്ഞ വാക്കിൽ നിന്ന് വ്യത്യസ്തമായി എന്തുകൊണ്ടാണ് സൈനിക കേന്ദ്രങ്ങളെ ലാക്കാക്കി ഇന്ന് പകൽ ആക്രമണം നടത്തിയതെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം, ഇന്നലെ പാകിസ്ഥാൻ നമുക്ക് നേരെ ചില ആക്രമണങ്ങൾ നടത്തി. നമ്മുടെ ചില സൈനിക കേന്ദ്രങ്ങളെ അമൃത്സർ ഉൾപ്പെടെ 15 അല്ലേ, അതായത് ആക്രമണം നടത്താൻ പദ്ധതി ഇട്ടു, നമ്മൾ തകർത്തു. നമുക്ക് ഈ പാകിസ്ഥാൻ്റെ വിമാനങ്ങൾ മിസൈലുകൾ അയച്ചു, ഡ്രോണുകൾ അയച്ചു, പക്ഷെ ഒന്നും ഇന്ത്യൻ മണ്ണിൽ വീണില്ല. ഇന്ത്യൻ മണ്ണിൽ നമ്മൾ തകർത്ത് വീഴ്ചു, അല്ലാതെ ഇന്ത്യയിൽ ഒരിടത്തും ഹിറ്റ് ചെയ്തില്ല. പക്ഷേ ഇപ്പം നോക്കുന്നത് ഇത്രയും കറാച്ചി മുതൽ ചോർ വരെയുള്ള 9 നഗരങ്ങളിലേക്ക് ഇന്ത്യയുടെ ഹാറോപ്പ് ഡ്രോണുകൾ പറന്ന് എന്നിട്ട് പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം മില്യൺ കണക്കിന് ഡോളർ കൊടുത്ത് 3 മില്യനോ 4 മില്യനോ കൊടുത്ത് വാങ്ങി വെച്ചിരിക്കുന്ന ഓരോ HQ-9 സാം ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ നോക്കുകുത്തിയാക്കിയിട്ടാണ് ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ യുദ്ധത്തിലേക്ക് തന്നെ നമ്മൾ നീങ്ങുകയാണ്. യുദ്ധം 2ാം ദിവസം എന്ന് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് യുദ്ധം തുടങ്ങി എന്ന് വരുത്താൻ നമുക്ക് ഒരു യുദ്ധത്തിലും നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് പണ്ടും നമ്മൾ അങ്ങനെയാണ്. 1965 71 ഒക്കെ എടുത്താൽ അങ്ങനെ തന്നെയാണ്. 1962 ചൈനയുമായിട്ട് അങ്ങനെ തന്നെയാണ്. ഇങ്ങോട്ട് ആക്രമിക്കുകയാണ് അപ്പോഴൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആക്രമിച്ചു എന്ന് പറയാതിരിക്കാൻ ഭീകര കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത്. കാരണം പഹൽഗാമിന് പകരം അങ്ങനെ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് രാവിലെ ഒരു വിവരം, ഇത് ആദ്യം ഇന്ത്യയിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അമൃത്സറിൽ പഴയ ഒരു ഹെലികോപ്റ്റർ തകർന്നതിൻ്റെയോ വിമാനം തകർന്നതിൻ്റെയോ അവശിഷ്ടങ്ങൾ കിട്ടി എന്ന് പറഞ്ഞിട്ട് അമൃത്സറിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് വാർത്ത വന്നു. പിന്നെ ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ വന്നു. കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലായത് ഇത് മിസൈലിന്റെ ഭാഗങ്ങളാണ്. പാകിസ്ഥാൻ അയച്ച മിസൈൽ നമ്മൾ ഇന്റർസെപ്റ്റ് ചെയ്ത് തകർത്ത് കളഞ്ഞാണ്. അതിന്റെ അവശിഷ്ടങ്ങളാണ് അമൃത്സറിൽ നിന്ന് കിട്ടിയത്. നമ്മുടെ കയ്യിലുള്ള S-400 നല്ല പണിയെടുത്തു. അപ്പോൾ അത് വീണു. പക്ഷെ നമ്മളത് പറഞ്ഞില്ല അപ്പോഴേക്കും. പക്ഷെ ഒരു ദേശീയ ചാനലിലെ ഒരു ലേഖകൻ റിപ്പബ്ലിക് TV-യിൽ ഷവൻസൻ പറയുന്നുണ്ടായിരുന്നു, ഇന്ത്യ പാകിസ്ഥാനിൽ ഈ കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്, അതും മുഴുവൻ പറയാൻ നമുക്ക് അനുവാദമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ആക്രമണം നമ്മൾ സൈനിക കേന്ദ്രങ്ങളിൽ നടത്തി എന്നുള്ളത് വ്യക്തമായിരുന്നു. സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി എന്ന് പറയുമ്പോൾ അത് യുദ്ധമാണ്. നമ്മളിത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാനിലെ എയർ ഡിഫൻസ് റഡാറുകൾ, പിന്നെ എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? മിസൈലുകളാണ്. മിസൈലുകളും റഡാറുകളും നമ്മൾ തകർത്ത് തരിപ്പണമാക്കി. അല്ല, തകർത്ത കൂട്ടത്തിൽ ചൈന കൊടുത്ത HQ-9 കൊടുത്തതും ഒക്കെ ഉണ്ടല്ലോ. ചൈന കൊടുത്തതോ ഇസ്രയേൽ കൊടുത്തതോ കൂടുതൽ ചൈനയാണ്. ഇസ്രയേലിന്റെ ഇല്ല, പാകിസ്ഥാനില്ല, ചൈന കൊടുക്കുകയില്ല. ചൈന കൊടുത്ത മിസൈൽസ്, ഒന്നാമത് ഈ ചൈനയുടെ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ യുദ്ധരംഗത്ത് അനുഭവം കാണിച്ചിട്ടില്ലാത്ത ആയുധങ്ങളാണ്. അത് മാത്രമല്ല സർ, ഞാൻ ഈ HQ-9 എന്ന് പറയുന്ന ചൈന കൊടുത്തിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള S-400 ബദൽ എന്ന് പറയാവുന്ന സാധനം പരിശോധിച്ചു. അത് S-300 ആണ്.
അതായത് പഴയ S-300 അപ്ഗ്രേഡഡ് വെർഷനാണ് HQ-9 എന്നാണ് ഗൂഗിളിൽ നോക്കിയപ്പോൾ കാണുന്നത്. ഈ സാധനമാണ് ഈ ഇറാന്റെ കയ്യിലുണ്ടായിരുന്നത്. അടിച്ചു പൊളിച്ച് ദൂരെ കളഞ്ഞു ആര്? ഇസ്രായേൽ. പല രാജ്യങ്ങളും ഒന്നും കൊടുക്കാത്തോണ്ട് ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ സ്മഗിൾ ചെയ്ത് കൊണ്ടുവന്നിട്ട് അതുപോലെയൊക്കെ ഉണ്ടാക്കി അപ്ഗ്രേഡ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ യുദ്ധരംഗത്ത് ഇത് ശോഭിക്കില്ല. ഇവര് കൊടുത്തിട്ടുള്ള യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ, ആയുധങ്ങൾ, ഈ മിസൈലുകളൊക്കെ പ്രവർത്തിക്കാതെ കിടക്കുകയാണ്. വീണതിപ്പോ കണ്ടില്ലേ? അപ്പൊ നമ്മൾ ഈ റഡാറുകളും ഈ സംഗതികളും ഒക്കെ നമ്മൾ ഇത് മുഴുവൻ നമുക്ക് വിവരമുള്ളതുകൊണ്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ ലൊക്കേഷനുകളിലൊക്കെ മിസൈലുകളും. ഇനിയിപ്പോൾ അവരെന്ത് ചെയ്യുന്നുള്ളത് ഒരു ഉറപ്പുമില്ല. മിസൈലുകൾ പോയി, റഡാറുകളും പോയി. അപ്പോൾ ലാഹോറിലെ എയർ ഡിഫൻസ് സിസ്റ്റം ഈ മിസൈലുകൾ തകർത്തതിൻ്റെ ശബ്ദമാണ് ഈ വാർട്ടൺ എയർഫീൽഡിൻ്റെ അടുത്ത് രാവിലെ കേട്ടു, വാൾട്ടണിൻ്റെ അടുത്ത് കേട്ടു എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പാകിസ്ഥാൻ്റെ ഈ മറ്റേ അമൃത്സറിലെ കാര്യം പറഞ്ഞല്ലോ. പാകിസ്ഥാൻ ആക്രമിക്കാൻ ഇരുന്നത് 4 സംസ്ഥാനങ്ങളിലാണ്. ആക്രമിക്കാൻ ശ്രമിച്ചത് വടക്കും പടിഞ്ഞാറുമായിട്ട്. അമൃത്സറിൽ ആക്രമിച്ചത് നമ്മൾ ഇന്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞല്ലോ. അപ്പോൾ അവന്തിപുര, ശ്രീനഗർ, ജമ്മു, ഇതൊക്കെ ജമ്മു കശ്മീർ, പത്താൻകോട്ട്, അമൃത്സർ, കപൂർത്തല, ജലന്ധർ, ലുധിയാന, ആദംപൂർ, ഭട്ടിൻഡ, ചണ്ഡീഗഡ്, പഞ്ചാബ്, നൽ, ഭലോദി, ഉത്തർലാഖ്, ഭുജ്, ഗുജറാത്ത് പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് ഈ സ്ഥലങ്ങളൊക്കെ ആക്രമിക്കാൻ പാകിസ്ഥാൻ പദ്ധതി ഇട്ടിരുന്ന, അതിനു വേണ്ടി അവർ തയ്യാറാക്കി വെച്ചിരുന്ന മിസൈലുകളും സംവിധാനങ്ങളും ഒക്കെയാണ്. അവർ മിസൈലുകളും ഡ്രോണുകളും അയച്ചു, നമ്മൾ തകർത്ത് കളഞ്ഞു. അതേസമയം നമ്മൾ തിരിച്ച് ഇന്ന് അയച്ചിരിക്കുന്ന ഒന്നുകൂടെ ലിസ്റ്റ് വായിക്കാം. നമ്മൾ തിരിച്ച് ഇത് കറാച്ചി, ലാഹോർ, അറ്റോക്ക്, ഗുജ്റാൻവാല, ചക്വാൽ, റാവൽപിണ്ടി, ഭഗവൽപൂർ, മിയാൻവാലി, ചോർ എന്നീ നഗരങ്ങളിലേക്ക് നമ്മൾ മിസൈലുകളും ഡ്രോണുകളും അയച്ചു. അതെല്ലാം അവിടെ ചെന്നു. അതെ, നമുക്ക് മിസൈലുകൾ വേണമെങ്കിൽ ഈ റഫാലിൽ നിന്ന് അയക്കാം, അല്ലെങ്കിൽ നമുക്ക് നാവികസേനകളിൽ നിന്ന് അയക്കാം. നമ്മൾ ചെയ്തതായിട്ട് നമ്മുടെ പത്രക്കുറിപ്പിലുള്ളത് ഇൻ്റഗ്രേറ്റഡ് US ഗ്രിഡ് ആൻഡ് എയർ ഡിഫൻസ് സിസ്റ്റംസ് നമ്മൾ ഉപയോഗിച്ചു എന്നാണ്. എന്ന് പറയുമ്പോൾ ഇതൊക്കെ അതിൻ്റെ അകത്ത് പെടും. വിമാനവും ആയുധമായിട്ട് തന്നെ എടുക്കണം. വിമാനങ്ങൾ, ഡ്രോണുകൾ, മിസൈലുകൾ എല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഉപയോഗിച്ച് അവരുടെ ഒരുമാതിരി മിസൈലുകളും റഡാറുകളും തയ്യാറാക്കി വെച്ചിരുന്നതൊക്കെ തരിപ്പണമാക്കിയിട്ടുണ്ട്. അതാണ് ഇത്രയും പട്ടികയിൽ നിന്നും മനസ്സിലാകുന്നത്. എല്ലാ കേന്ദ്രങ്ങളിലും നമ്മൾ തകർത്തിട്ടുണ്ടല്ലോ. പാകിസ്ഥാനിൽ കുറച്ച് റിമോട്ട് എന്ന് കരുതുന്ന സ്ഥലത്ത് പോലും പണിതിട്ടുണ്ട്. ഇതില് സുനിൽ വായിച്ച പട്ടിക നോക്കിയപ്പോൾ ബലൂചിസ്ഥാൻ ഇല്ല എന്ന് തോന്നുന്നു. ബലൂചിസ്ഥാൻ അത് അവര് വേറെ പണിയാണല്ലോ അവിടെ നടക്കുന്നത്. അവര് വേറെ പണി ചെയ്യുന്നുണ്ട്. ഏതായാലും നമ്മള് ലാഹോറിലെ നമ്മുടെ ഒരു ഹാറോപ്പ് മിസൈൽ UAV ഇവർ വെടിവെച്ചിട്ടു. അതിന്റെ ചിത്രം അവർ കാണിക്കുന്നുണ്ട്. അത് ഈ നമ്മുടെ എന്ന് പറയുന്ന ഡ്രോൺ അവർ വെടിവെച്ചിട്ട് ഇന്ത്യൻ വിമാനം വെടിവെച്ചിട്ടാണ് പറയുന്നത്. കാരണം കൊച്ചു വിമാനമാണല്ലോ. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഇന്നലെ നടത്തിയ ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കശ്മീർ ഈ സ്ഥലങ്ങളിൽ ആക്രമണം ചെയ്യാനുള്ള നാല് സംസ്ഥാനങ്ങളിലേക്ക് ആക്രമണം നടത്താൻ അവർ നടത്തിയ ശ്രമം പാകിസ്ഥാന് മാരകമായ നഷ്ടം ഉണ്ടാക്കി. ഇന്ത്യക്കൊന്നും പറ്റിയില്ലെന്ന് മാത്രമല്ല, അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ സിസ്റ്റം മുഴുവൻ നമ്മൾ തവിട് പൊടിയാക്കി കളഞ്ഞു. ഇനി ഇന്ത്യയുടെ ഒരു ആക്രമണം ഉണ്ടായാൽ പാകിസ്ഥാന് വായും പൊളിച്ച് മുകളിലോട്ടിരിക്കാനേ പറ്റുള്ളൂ. ഒരു പക്ഷി പറന്നു വന്നാലും ഇനി പാകിസ്ഥാനി പേടിക്കും. അതെ, 4 ദിവസം എന്ന് പറഞ്ഞതിൽ ഇപ്പൊ 2ാമത്തെ ദിവസമായി. ഈ NSA ധോവല്, അവിടുത്തെ NSA അസിം മാലിക്കിനെ വിളിച്ചിരുന്നു എന്ന് വാർത്തകളുണ്ട്. അസിം മാലിക് ഡോവലിനെ വിളിച്ചു എന്നാണ് പറയുന്നത്. മറ്റേതായിട്ട് അവരുടെ അത് ധറിന്റെ വേർഷനായിട്ടാണ് ഞാനൊരു ഇംഗ്ലീഷ് പത്രത്തിൽ വായിച്ചത്, വിദേശ പത്രത്തിൽ. ധർ പറഞ്ഞു ധോവല് ഇങ്ങോട്ട് വിളിച്ചിരുന്നു, ഞങ്ങളെ വിളിച്ച് സംസാരിച്ചിരുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആലോചിച്ചിരുന്നു, അപ്പൊ ധോവല് സംസാരിച്ചെങ്കിൽ തന്നെ എടാ ചക്ര നീ മര്യാദയ്ക്ക് ഇരുന്നോ, വലിയ അഭ്യാസമൊന്നും കാണിക്കേണ്ടെന്ന്. അതെ, വലിയ അഭ്യാസമൊന്നും കാണിക്കേണ്ടെന്ന്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു വിദേശ ചാനലിൽ പാകിസ്ഥാന്റെ മന്ത്രിയെ ഇന്റർവ്യൂ ചെയ്യുന്നത് കണ്ടു. അപ്പൊ അവര് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ പറയുന്നുണ്ടല്ലോ 5 വിമാനം ഇന്ത്യയുടെ വീഴ്ത്തിയെന്ന്, എന്താണ് തെളിവ്?
ഇയാൾ പറഞ്ഞു സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, വല്ലാതെ നാണം കെട്ടുപോയി. വല്ലാത്ത നാണക്കേടായിപ്പോയി. അവർ ചോദിക്കുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ആണോ തെളിവ് എന്ന് പറയുന്നത്. നിങ്ങൾ ചിത്രങ്ങൾ നമ്മൾ മുമ്പ് ബാലക്കോട്ട് ചെയ്തപ്പോൾ നമുക്കൊരു പാളിച്ച ഉണ്ടായിരുന്നു, നമ്മൾ ഇമേജസ് ആ സമയത്ത്. ഇപ്പം നമ്മുടെ കയ്യിൽ തകർത്തത് എവിടെയൊക്കെ എന്നുള്ള ചിത്രങ്ങൾ, ദൃശ്യങ്ങളുണ്ട്, നമ്മുടെ കയ്യിൽ തെളിവുകളുണ്ട്. നമ്മളിപ്പോൾ ഈ അയക്കുന്ന ഈ ഡ്രോണുകളിലൊക്കെ ഈ ചിത്രം അയച്ച് അപ്പം തന്നെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള സംഗീതം. കാരണം ഡ്രോണുകൾ അയക്കുമ്പോൾ ലക്ഷ്യത്തിൻ്റെ ചിത്രം ഡ്രോണിൽ നമ്മൾ ഫീഡ് ചെയ്തിട്ടുണ്ട്. ഡ്രോൺ ഇത് തന്നെയാണോ സ്ഥലം എന്ന് മാച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്നുള്ള ചിത്രങ്ങളും നമുക്ക് കിട്ടും. അതുപോലത്തെ സംവിധാനമാണ് നമ്മുടെ കയ്യിൽ. ഇവരുടെ കയ്യിലുള്ള മുഴുവൻ ഈ ജാമ്പവാൻ കാലത്തെ സംഗതികൾ. പിന്നെ ഈ ചൈനയുടെ ഒരായുധവും ഒരു സ്ഥലത്തും 1962 ശേഷം എത്ര കൊല്ലമായെന്ന് നോക്കൂ. 55-56 കൊല്ലമായില്ലേ. ഒരു യുദ്ധത്തിലും പങ്കെടുക്കാത്ത, യുദ്ധ അനുഭവങ്ങളില്ലാത്ത ആയുധങ്ങളാണ് ചൈനയുടേത്, ഇവരുടെ കയ്യിലുള്ളത്. ഏതായാലും നമ്മൾ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് നേരെ പാകിസ്ഥാൻ്റെ ആക്രമണ ശ്രമം ഉണ്ടായി, നമ്മൾ ചെറുത്ത് തോൽപ്പിച്ചു, തിരിച്ച് നമ്മൾ അടിച്ചു. ഇനി പാകിസ്ഥാൻ എന്ത് ചെയ്യുമെന്ന് ഇന്ന് രാത്രി അറിയണം. ഏതായാലും യുദ്ധം രണ്ടാം ദിവസം. ഇപ്പം നമ്മൾ റഡാറുകളും മിസൈലുകളും ഒക്കെയാണ് തയ്യാറാക്കി വെച്ചാണല്ലോ അടിച്ചിരിക്കുന്നത്. ഇനിയുള്ള ഘട്ടത്തിൽ ശരിക്കും ഈ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിലേക്കോ ഒരുപാട് കളിച്ചു കഴിഞ്ഞാൽ ആണവ കേന്ദ്രങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.